എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ദാ നമ്മുടെ മേഘ്നയും അതുപോലെ തന്നെ അവളുടെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. മേഘ്നയോട് ഇനി ഒരു രീതിയിലുള്ള ബന്ധവും തങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നും പറഞ്ഞ് ആ അമ്മ അവള് തള്ളിക്കളയാണ്. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണിക്കാണെങ്കിലോ പ്രകാശൻ ഏതൊക്കെ രീതിയിലാണ് കല്യാണിയെ തള്ളി പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരിക. ഉടനെ തന്നെ കല്യാണി പറയുന്നുണ്ട്, ദേ ഈ നിൽക്കുന്ന മകളെ പോലെ തന്നെ ഇവളും നിങ്ങളുടെ മകള് തന്നെയല്ലേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇവളോട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, അവള് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു, അതല്ലാതെ അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയാണ് അവൾ ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇതിലൊന്നും പറ്റാതെ അവളാണെങ്കിലോ ദാരിദ്ര്യത്തിൽ പോയി കിടന്നു. എന്നിട്ട് ഇപ്പൊ അവനെ ആരൊക്കെയോ ചേർന്ന് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴാണെങ്കിലോ ഇവൾക്ക് മിച്ചം കിട്ടിയത് ഒരു കുഞ്ഞിനെ മാത്രമാണ്. ഇനി എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവളെ, അതും ഞങ്ങളുടെ മകളായിട്ട് ഒരിക്കലും സ്വീകരിക്കില്ല. ഇനി എനിക്ക് ഈ നിൽക്കുന്ന ഒരേ ഒരു മോളെ ഉള്ളതും പറഞ്ഞ് മേഘ്നയുടെ അനുജത്തിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അവളുടെ അമ്മ. പെട്ടെന്ന് തന്നെ അനുജത്തി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ നമ്മളിങ്ങനെ വഴിപോക്കരോടൊക്കെ സംസാരിക്കുന്നത്? ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്നും പറഞ്ഞ് ആ അമ്മയെയും കൂട്ടി അങ്ങനെ അവൾ അവിടുന്ന് പോയി. അതിനുശേഷമാണെങ്കിലോ തൻ്റെ അമ്മയും അതുപോലെ അനുജത്തിയും ഇത്രയും മോശമായിട്ട് പെരുമാറിയതൊക്കെ ആലോചിച്ച് നമ്മുടെ മേഘ്ന സങ്കടപ്പെടുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? ദേ നീ ഇതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നിനക്ക് ഈ കല്യാണി ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ സ്നേഹം മാത്രം മതി നിനക്ക് ജീവിക്കാനായിട്ട്. എന്തായാലും നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്ക്. അർജുൻ്റെയും നിന്റെയും ആഗ്രഹം പോലെ തന്നെ ആ കുഞ്ഞിനെ നല്ലൊരു കുഞ്ഞാക്കി വളർത്തിയെടുക്കണ്ടേന്നൊക്കെ പറഞ്ഞ് മേഘ്നയോട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് കല്യാണി സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മേഘ്നയുടെ വീട്ടിലാണ്. അപ്പം ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞു. അവരുടെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണിനെ ഒരുക്കുകയാണ് അവളുടെ അമ്മ. അപ്പം മുടിയൊക്കെ കെട്ടിക്കൊടുത്തു, പൊട്ടൊക്കെ തൊട്ടു കൊടുത്തു. ആ ഒരു സമയത്താണെങ്കിലോ അമ്മയും മോളും കൂടി സംസാരിക്കുകയാണ്. അതെ അമ്മേ, ചേച്ചി ഇന്ന് വഴി വെച്ച് കണ്ടു, ഭയങ്കര ദയനീയമായിട്ടൊക്കെ തന്നെയാണ് സംസാരം. ഇനി എങ്ങാനും ചേച്ചി ഈ വീട്ടിലേക്ക് തിരികെ വന്നാൽ അമ്മയും അച്ഛനും ഒക്കെ ചേച്ചിയെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതെ മോളെ, എന്ത് വന്നാലും ഈ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കിയിട്ട് പോയവളാണ് അവള്. അവളെ ഇനി ഈ അടിച്ചതിനകത്ത് കേട്ടില്ല എന്നും പറഞ്ഞ് ഈ അമ്മയാണെങ്കിലോ കാര്യങ്ങളൊക്കെ ഇളയ മകളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള സകല സ്വത്തുക്കളും അതെൻ്റെ മോളുടെ പേരിലേക്ക് മാറ്റി തരാമെന്നും പറഞ്ഞ് ഈ അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ അനുജത്തിക്കുട്ടി പറയാണ്, അതേ അമ്മേ അത് തന്നെയാണ് വേണ്ടത്. ഇനി എന്തിനാ വെറുതെ, അല്ലെങ്കിൽ അവൾ ഇനി എന്തെങ്കിലും ഒരു അവകാശവും പറഞ്ഞ് ഈ കുടുംബത്തേക്ക് വലിഞ്ഞു കയറി വരും. അപ്പം അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരൺ ആണെങ്കിൽ നമ്മുടെ ചാരി ഒരു പുള്ളിക്കാരിയുടെ അടുത്ത് DNA റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു ഡോക്ടറെ വഴി വെച്ച് കണ്ടിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അല്ല എന്തായി എൻ്റെ ആൻറ്റി പറഞ്ഞ റിസൾട്ടിൻ്റെ കാര്യം? അല്ല മോനെ, അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ആ ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞായിരുന്നു. എന്തായി, റിസൾട്ട് ആയോ എന്ന് ചോദിക്കുമ്പം ആ റിസൾട്ട് ആയിട്ടുണ്ട്. ഞാൻ ശാരിയോട് ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു, ഇത്രയും സമയമായിട്ടും ശാരിയെ കാണുന്നില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശാരിയാണെങ്കിൽ അപ്പുറം വണ്ടിയുടെ അകത്ത് ഇരിക്കുകയാണ്. ശാരി നോക്കുമ്പോഴാണെങ്കിലോ കിരൺ അവിടെ നിന്ന് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ്. എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ, മിക്കവാറും ഈവൻ അവളുമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തി ഇനി റിസൾട്ട് എങ്ങാനും മറിക്കൂ എന്നുള്ള രീതിയിൽ ശാരി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി റിസൾട്ട് തനിക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ കല്യാണിയുമായിട്ടുള്ള ബന്ധം ഒഴിയണമല്ലോ. അത് ഒഴിയാതെ ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു തരികിട പരിപാടി കിരൺ ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ശാരിക്കുണ്ട്. ശാരി ഇതൊക്കെ ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കിരൺ ആണെങ്കിൽ നോർമലി ആ ഡോക്ടറിനോട് സംസാരിക്കുന്നത് അത് അങ്ങനെ തന്നെ സംസാരിച്ച് അവൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കല്യാണ വീടാണ്.
കല്യാണം നടക്കാൻ പോകുന്ന വീട് കേട്ടോ. അപ്പം അവിടെ പെണ്ണ് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ചെറുക്കനെയും കൂട്ടരെയും ഒക്കെ വരവേക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ചെറുക്കൻ എത്തി. ചെറുക്കനെ കണ്ടതും നമ്മുടെ പെണ്ണാണെങ്കിൽ ആ ജനാലയുടെ വക്കത്ത് നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ നോക്കിയിട്ടോ. നോക്കുമ്പോഴത്തേക്കിനും അവൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സീനാണ് കാണുന്നത്. നല്ല മിടുക്കനായിട്ടുള്ള ഒരു ചെറുക്കൻ. പക്ഷെ ചെറുക്കനെ നമ്മളെല്ലാവരും അറിയും, നമ്മുടെ കല്യാണ വീരനായിട്ടുള്ള മനോഹരനാണ് ചെറുക്കൻ. പക്ഷേ ഈ വീട്ടുകാർക്ക് ഇതെന്തായാലും കിട്ടേണ്ടത് തന്നെയാണ്. അത്ര കണ്ട് അഹങ്കാരം പിടിച്ചൊരു കുടുംബത്താണ് ഇപ്പൊ നമ്മുടെ മനു വന്ന് ബന്ധം എടുക്കാൻ പോകുന്നത്. അങ്ങനെ ചെറുക്കൻ വന്നതും പെണ്ണിന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി വളരെ കാര്യമായിട്ട് സ്വീകരിച്ച് അകത്തിരുത്തി. അതിനുശേഷമാണെങ്കിലോ മോൻ തനിയേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അതെ അങ്കിളെ, ഞാൻ തനിയേ ഉള്ളൂ. എൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വിദേശത്തായതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഒന്നും കൂട്ടി വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഡാഡിക്കാണെങ്കിൽ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും കല്യാണം പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാരണവന്മാർ തീരുമാനിക്കുമെന്നും പറഞ്ഞ് മനു ഇങ്ങനെ അവൻ്റെ നമ്പറുകൾ ഇറക്കി തുടങ്ങി. അപ്പം പെണ്ണിനെ എന്നാ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അതിനെന്താ എങ്കിലെ പെണ്ണിനെ വിളിച്ചോളൂ. ഭയങ്കര ചൂടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവ ഭയങ്കര ഷോ ഇറക്കുകയാണ്. അങ്ങനെതാ പെണ്ണ് വന്ന് പെണ്ണിൻ്റെ കയ്യിൽ നിന്നും ഒരു കപ്പ് കാപ്പിയൊക്കെ വാങ്ങി നമ്മുടെ മനു കുടിക്കുകയാണ്. അപ്പോൾ പെണ്ണിന് ഇഷ്ടപ്പെട്ടു. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇത് വലിയ കാര്യമായിട്ട് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും അത്യാവശ്യം കാശും സമ്പത്തും ഒക്കെ ഉള്ളൊരു ചെറുക്കനെയാണ് തങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള രീതിയിൽ നമ്മുടെ മേഘനയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ മനക്കോട്ട കെട്ടുകയാണ്. അപ്പം കല്യാണ പെണ്ണിനാണെങ്കിലോ ചെറുക്കനെ കണ്ടതും അങ്ങ് നന്നേ ബോധിച്ചു. അപ്പം ഇവർ തമ്മി കണ്ണി നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ സരയു കാര്യങ്ങളൊന്നും അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും റിയൽ വീഡിയോ ആയിട്ട് നമ്മൾ രാവിലെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്